എവരിവൺ. അങ്ങനെ ഞാനും ഉണ്ടാക്കിട്ടോ സെഷ്വാൻ ഫ്രൈഡ് റൈസ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. സ്പെല്ലിങ് ഞാനിവിടെ എഴുതി കാണിച്ചേക്കാം കേട്ടോ. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസാണ് എടുത്തേക്കണത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ. എന്നിട്ട് അരിക്ക് പാകമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല പെരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവർ മസാല പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞത് എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് വരണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് സെഷ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് വേണ്ടത് സോയാ സോസ് ആണ് കേട്ടോ. അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അടുത്തത് വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല വരട്ടി വെച്ചേക്കുന്ന കോളിഫ്ലവർ വറുത്തെടുക്കണം. അതുപോലെ തന്നെ ചിക്കനും വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ആദ്യം പാകപ്പെടുത്തി വെച്ചേക്കുന്ന ആ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ചോറിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം വേണ്ടത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ പെപ്പർ പൗഡറാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറും ചിക്കനും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേണ്ട നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെഷ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാവർക്കും സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.